കുറവുള്ളൊരു മനുഷ്യനാണ് പത്രോസ്. ഒത്തിരി അറിവ് കേട്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ ആത്മാർത്ഥതയുള്ളവനാണ് പത്രോസ്. കർത്താവ് അതാ നോക്കുന്നു കേട്ടോ. നമ്മുടെ അറിവും പ്രാപ്തിയൊന്നും അല്ല, ആത്മാർത്ഥത, കമ്മിറ്റ്മെന്റ്, നമ്മുടെ സമർപ്പണം. അത് കണ്ടിട്ട് പറഞ്ഞു, നീ ആ ക്യാപ്റ്റൻ. യോഗ്യത നോക്കിയല്ല, ആത്മാർത്ഥത. പണ്ടൊരിക്കൽ മഹാനായ അലക്സാണ്ടർ ഒരു യാത്ര പോകുമായിരുന്നു. അയാൾക്കൊരു കുതിര ഉണ്ടായിരുന്നു. ഈ കുതിരയുടെ പുറത്ത് അദ്ദേഹം ഇങ്ങനെ പോവാ. ആ കുതിരയുടെ പേര് ബ്യൂസി ഫാലസ് എന്നായിരുന്നു. അത്ര നല്ലൊരു കുതിരയൊക്കെയാണ്. കുതിര എല്ലാവർക്കും ഒന്നും വഴങ്ങുന്നല്ല. അലക്സാണ്ടർ കുതിരയാന്ന് ഓർത്തണം. എൻ്റെ പരിശീലനമൊക്കെ പ്രത്യേകിച്ച. ഒരു ഘട്ടത്തിൽ ഈ കുതിര അലക്സാണ്ടറെ കുടഞ്ഞ് താഴെ എറിഞ്ഞു. അഗാധമായ കുഴിയിലേക്ക് അലക്സാണ്ടർ പതിക്കാൻ തുടങ്ങുമ്പോൾ കൂടെ നിന്നവരൊക്കെ ചിതറി ഓടി. ഒരു മനുഷ്യൻ പ്രാണൻ കളഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട്, വലിയ പരിശീലനമൊന്നുമില്ല, അയാൾ അലക്സാണ്ടർ ഇത് ഇങ്ങനെ താങ്ങി രക്ഷിച്ചങ്ങോട്ട് കയറ്റിയിട്ട് ബലം കൊണ്ട് ഓടിച്ചെന്ന് ഈ കുതിരയുടെ കടിഞ്ഞാണെ പിടിച്ച് വലിച്ചതിനെ അങ്ങ് കെട്ടി ബന്ധിച്ചു. ഒരു വിധത്തിൽ കുതിര ശാന്തമായി. അങ്ങനെ ഇങ്ങനെ തഴി വയലൻ്റ് ആകാതെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അലക്സാണ്ടർ അടുത്ത് ചെന്നു. നന്ദി ക്യാപ്റ്റൻ, നീ രക്ഷിച്ചത് എൻ്റെ പ്രാണനെയാണ്. നന്ദി ക്യാപ്റ്റൻ. കൈകൂപ്പിക്കൊണ്ട് ഈ പാവം മനുഷ്യൻ പറഞ്ഞു, ഞാൻ ക്യാപ്റ്റനല്ല, ഒരു സാധാരണ പടയാളിയാണ്. ഒരിക്കലും ഞാൻ ക്യാപ്റ്റനാവില്ല. അതിനുള്ള പഠിപ്പില്ല, അതിനുള്ള അടവറിയില്ല. എനിക്ക് ക്യാപ്റ്റനാകാൻ എൻ്റെ എത്ര തസ്തിക മോളില്ല ക്യാപ്റ്റൻ. എനിക്ക് ക്യാപ്റ്റനാവാനാവില്ല. അലക്സാണ്ടർ പറഞ്ഞു, നോ, നീയാണ് ക്യാപ്റ്റൻ. അവൻ അമ്പരം നിൽക്കി പറഞ്ഞിട, നിന്നെ ക്യാപ്റ്റനാക്കാൻ അധികാരമുള്ള നാക്കുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നീ ക്യാപ്റ്റനായി. ഇങ്ങനാ പത്രോസ് ലീഡറായ. കഴിവ് നോക്കിയല്ല, ഇങ്ങനാ നമ്മൾ ദൈവമകനായത്, ഇങ്ങനാ നമ്മൾ ക്രിസ്തുവിന്റെ അനുഗാമികളായത്. കഴിവ് നോക്കിയല്ല അവൻ ഒന്നും ഏൽപ്പിച്ചത്. കാരുണ്യമാണ്, അവിടുത്തെ കൃപയാണ്.